എൻ്റെ ഒരു മരുന്നെന്ന് പറയുന്നത് ഒരു 40 ഹല്ലേലൂയ ഒച്ചത്തിൽ വിളിക്കും. ആദ്യം ഒരു 10 ഹല്ലേലൂയ വിളിക്കും. നമ്മുടെ ഹാളിൽ കയറിയിട്ട് പിതാവിന് 10, പുത്രന് 10, പരിശുദ്ധാത്മാവിന് 10 എന്നിട്ട് ചെറിയ പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു 10-40 ദൈവത്തെ ഉയർത്തുന്ന ഇത് ചെയ്യും. യേശു സർവശക്തൻ, യേശു അത്ഭുത സർവശക്തൻ, ശക്തിക്കും ബലത്തിനെയും കർത്താവായ യേശു ക്രിസ്തു, അവിടെ 10 ഹല്ലേലൂയ. എന്നിട്ട് ഇങ്ങനെ ഇത് ആലയത്തിൽ വന്ന എൻ്റെ മരുന്നാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇതെനിക്ക് സൗഖ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് 10-35 വർഷം കൊണ്ട് ഒരു മരുന്നുമില്ലാതെ ദൈവം എന്നെ നടത്തുന്നു. പറഞ്ഞോട്ടോ, 10-35 വർഷം കൊണ്ട് എന്ത് ചെയ്തില്ല, ഒരു മരുന്നുമില്ലാതെ ദൈവം എന്നെ നടത്തിയാണ്. ദൈവം നടത്തുന്നു. ശക്തിക്കും ബലത്തിനും യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സഹോദരി, നോക്ക്, ആ ശക്തിയും ബലവും സൗഖ്യം തരുന്ന ആരാണ്? അപ്പൊ ഇനി അവിടെ പോകുമ്പോ ഒരു ക്യാൻസർ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നതാണ്. ശക്തിക്കും ബലത്തിനും യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ ഉയർത്തിയാൽ ശക്തിയും ബലവും ദൈവം തരും. സൗഖ്യദാതാവാണ് യേശു. ഏത് ക്യാൻസറെ മാറ്റുന്ന, ഏത് എയ്ഡ്സിനെ മാറ്റുന്ന, ഏത് രോഗത്തിനും സൗഖ്യം തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അറിഞ്ഞോട്ടോ, ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. എങ്ങനെയാ? 14:12 പറയും. യോഹന്നാൻ 14:12 എന്താ പറഞ്ഞിരിക്കുന്നത്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്ന അതിൽ വലുതും ചെയ്യും. അപ്പം നമുക്ക് യേശു ചെയ്തതുപോലെ യേശു കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധീകരിച്ചെങ്കിൽ, ഞാനിപ്പം രാവിലെ ഒരുത്തോട് പോയപ്പോഴാണ്, ദേവദാസൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ ആ ദേവദാസൻ പറഞ്ഞു, ഇങ്ങനെ വിഷയങ്ങളാണ്, എൻ്റെ ഭാര്യയും കൂടെ ആശുപത്രിയിൽ ഇന്നലെ പോയിരുന്നതാ, കാണാത്തത് എന്താണ്? ബ്ലഡ് ബ്ലീഡിങ്. ഓക്കെ, അപ്പം ഞാനൊന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിച്ച് അത് നിർക്കുവാൻ വേണ്ടി നീ വിശ്വസിക്കണം. ഞങ്ങൾ രണ്ടുപേരും കരകോർത്ത് പ്രാർത്ഥിച്ച്, ദേവദാസന് ഞാനും അയാളെ കൊണ്ട് ആദ്യം പ്രാർത്ഥിച്ചിട്ട് ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ചു. നമുക്കൊരു അതോറിറ്റി ഉണ്ട്. നമുക്ക് എന്തെന്നിരിക്കുകയാണ്? ദൈവം അധികാരം തന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നത്, അതിലധികം ചെയ്യുവാൻ യേശു അധികാരം തന്നെങ്കിലും യേശു ചെയ്തതുപോലെ നമുക്ക് ചെയ്യുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവള് വിശ്വാസത്താൽ വന്ന് തൊട്ട്, അവള് വിശ്വസിച്ചു കൊണ്ടുവന്ന് തൊട്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവശക്തി അവളുടെ മേൽ ഇറങ്ങി. അവൾക്ക് സൗഖ്യം ലഭിച്ചെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നമ്മൾ വ്യാപിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി നാം ഒരാളിനെ തൊടുമ്പോൾ നമ്മുടെ കരമല്ല. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ കരമാണോ? നാം ക്രിസ്തുവിന്റെ കരമായി തീരുകയാണ്. നമ്മുടെ നാവ് ക്രിസ്തുവിന്റെ നാവായി തീരുകയാണ്. അപ്പൊ നാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ക്യാൻസർ മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ നാമല്ല, നമ്മുടെ നാവ് ആരെടുത്ത് വഹിക്കുകയാണ്? യേശുവാണ് എടുത്ത് വഹിക്കുന്നത്. നമ്മുടെ നാവ് യേശുവായി തീരുകയാണ്. പറഞ്ഞാട്ടോ, യേശു വാക്ക് പറഞ്ഞാൽ എന്താണ്? യേശു എന്ന് പറഞ്ഞാൽ അങ്ങ് സംഭവിക്കട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സൗഖ്യമാണ്. അപ്പൊ നമ്മുടെ നാവ് എന്തായിത്തീരുന്നു? ക്രിസ്തുവിന്റെ നാവായി തീരുകയാണ്. നാം മനസ്സിലാക്കണം, ഇതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ അധികാരം നാം ഉപയോഗിക്കണം. ഈ അധികാരം എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ ഈ അധികാരം, ഈ ശക്തി പ്രാപിക്കണം. ഉയർപ്പിന്റെ ശക്തി പ്രാപിക്കണം. യേശുവിന്റെ ശക്തി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ശക്തിയിലേക്ക് വെച്ചാൽ നടക്കുവോ? ഇല്ല, നടക്കത്തില്ല. നമ്മൾ ധൈര്യശാലികളായിരിക്കണം. തിമോത്തിയോസിനോട് പറയുന്നത്, വീരത്വത്തിന്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവത്രേ പരിശുദ്ധാത്മാവ്. അപ്പൊ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. നാം പ്രാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ അതിൽ